ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ അത്രയ്ക്ക് സാധാരണ ഒരു ഇടത്തരം മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നത് പഠിക്കണം, ജോലി മേടിക്കണം, നല്ല ജോലി മേടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കില്ല, താഴെക്കടയിലുള്ളവരെ കാണരുത്, മുകളിലുള്ളവരെ നോക്കി വളരണം എന്നിങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടിയാണ് വളർത്തിയത്. അപ്പം നമ്മളെന്ത് കാണിക്കും, മറ്റുള്ളവരെ വലിയ ഉയർന്ന ലെവലിലുള്ളവരെ കണ്ട് നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര ആഡംബരത്തിൽ, അവർ ഭയങ്കര സന്തോഷത്തിൽ, ഇഷ്ടം പോലെ കാശ്, ഇതൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ കാണത്തില്ല കാശൊന്നും. അപ്പം നമ്മളെന്ത് ചെയ്യുക, അവരെ പൊങ്ങച്ചം കണ്ട് അവരുടെ രീതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു 30 വയസ്സ് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ. അതിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, വിദ്യാഭ്യാസം വരും, ചിലപ്പം നമ്മൾ പരാജയപ്പെട്ടു പോകും, നമുക്ക് ജോലി കിട്ടാതെയാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം വരും, ഒക്കെ സംഭവിക്കാമല്ലോ. ഇതിനിടയ്ക്കൊക്കെ സംഭവിച്ചു, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും. അപ്പം പിന്നീട് നമ്മുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചു. അപ്പം നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു റീയൂണിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും അവർ നല്ല നിലയിലിട്ട്. ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള ഒരു വാചകം കേട്ടോ ഇത്. അവരൊക്കെ ഭയങ്കര ഹൈലോ, നമ്മളടി ഒരിടത്തും എത്താതെ പോയത്, നമുക്ക് മാത്രം ഒരു ഗതിയില്ല, നമ്മൾ ഒരിടത്തും എത്തിയില്ല എന്ന് പറയും. നമ്മൾ വീട്ടിലെ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരായിരിക്കും, സാധാരണ കുടുംബമായിരിക്കും. നമുക്കൊരു പുരോഗതി ഉണ്ട്. നമ്മുടെ കാരണവന്മാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ലെവലിൽ നിന്ന് നമുക്കൊരു മാറ്റമൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണില്ല. അത് കഴിയുമ്പോൾ ഇവർ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടില്ല എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചോ എന്ന് രണ്ടാമത്തെ കാര്യമാണ്, ഇല്ലേ? നമ്മളതിനു വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം ആലോചിച്ചു, അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടു, പിന്നെയും പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ പോലും ഒരു മടി പിടിക്കും, പിള്ളേരാകും, അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങോട്ട് ആ ലെവലിലേക്ക് അങ്ങ് പോകും. ആൺകുട്ടികളാണെങ്കിൽ അത് തന്നെ, പഠിച്ചു, ഏകദേശമൊക്കെ പഠിത്തം കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ കയറി, അല്ലാണ്ട് നല്ലൊരു വിദ്യാഭ്യാസം നേടണമെന്നോ നല്ല നിലയിലെത്തണമെന്നോ ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുകയില്ല. അവിടുന്ന് ആ ലെവലിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. ശരിയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പിന്നെ കുറച്ച് പിള്ളേരെ കാണിക്കും, നന്നായിട്ട് പഠിക്കും, അവർക്ക് നല്ല ജോലി മേടിക്കണമെന്നും ഒരു പാഷൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും, ഇന്നതാകണം അല്ലെങ്കിൽ ഇന്ന നിലയിൽ എത്തണം എന്ന്. ചിലർ ഭാഗ്യം കൊണ്ട് വിദേശത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടും. അതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നും ആയില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. എനിക്കും ഇതൊക്കെ സംഭവിച്ചു. അവരുടെ അല്ലെങ്കിൽ ചിലർ പറയും എൻ്റെ അടി അവൻ്റെ കുടുംബജീവിതം ഇങ്ങനെയാട്ടോ എന്ന് പറയും, അവരുടെ ദുഃഖങ്ങൾ പറയും. ചിലർ പറയും അവൻ്റെ ഭയങ്കര ഒരു അവരുടെ ഭാര്യയും വലിയ ലെവലില്ല, ഭർത്താവ് ഭയങ്കര ലെവലില്ല, നല്ല ഇതിലാണ് കഴിയുന്നതെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു 45 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ 40-45 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ആകാനും കഴിഞ്ഞില്ല, ഉള്ളത് വെച്ച് അങ്ങ് ജീവിക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരികയും, നമ്മൾ ഒരു കാര്യം ചെയ്യാതെ ഉള്ള പൈസയെല്ലാം കൂടെ കാരണവന്മാർ തന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ വിറ്റ് പെറുക്കിയൊക്കെ മക്കളെയും പഠിപ്പിച്ച് നമ്മളായിട്ടൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയില്ല. കാരണം നമുക്കതിന് കഴിവില്ല എന്നുള്ള മുദ്ര കുത്തി നമ്മൾ വെച്ചേക്കുവാണ്. ഇതിനിടയ്ക്ക് ഈ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് താങ്ങാനും തളരാനും വഴിക്ക് പോകാനും ഒക്കെ ചില വീട്ടുകാർ പറഞ്ഞു കൊടുത്തു എന്നിരിക്കും. എന്നാൽ ഒരു അത്യാവശ്യം ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്ത് പറയാനോ, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ആരും അന്വേഷിക്കില്ല. നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടോയെന്നോ, നമ്മുടെ കുടുംബം നന്നായിട്ടാണോ ജീവിക്കണേ, മക്കളൊക്കെ എന്തെടുക്കുന്നതെന്നൊന്നും ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ പോലെയുള്ളവർ പോലും അന്വേഷിച്ചൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങും, ഞാനൊന്നും ആയില്ല എന്നൊരു നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടും. എനിക്ക് ഇതിനു മുമ്പ് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എനിക്ക് പഠിക്കാമായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് ശ്രമിക്കാമായിരുന്നു, ഇങ്ങനെയുള്ള ആയിരുന്നു എന്നുള്ള കുറേ ചിന്തകൾ മാത്രമായിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കും. നിരാശയുടെ പടുകുഴിയിൽ നമ്മൾ വീഴുകയും ചെയ്യും. അതിനിടയ്ക്ക് വിദ്യാഭ്യാസ ലോണോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാധ്യതയും കൂടെ ആയപ്പം പൂർണ്ണമാകും നമ്മുടെ നിരാശയുടെ ഇത്. അപ്പോഴത്തേനും ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകാൻ തുടങ്ങും. ഒന്നുകിൽ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഒക്കെ മിക്ക വീടുകളിലും തന്നെ ഇച്ചിരിയൊക്കെ ചെക്കലും, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടോ ഒക്കെ വഴക്കുകളും അത് ആദ്യമേ തുടങ്ങും. അത് ഇച്ചിരി കൂടി വരും. അവരെയും അകത്ത് നിർത്തും. ഫ്രണ്ട്സും ഇല്ലാണ്ടാകും, ആരും ഇല്ലാണ്ടാകും. പിന്നെ വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്ന ഫ്രണ്ട്സുകളാകും, വല്ലപ്പോഴും വിളിക്കുന്ന വല്ല സ്വന്തക്കാർ, വല്ല മരണമോ കല്യാണമോ ഒക്കെ വിളിക്കുന്ന സ്വന്തക്കാരാകും. ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെയുള്ള ജീവിതത്തിൽ കൂടെയാണ് മിക്ക മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് വിചാരിച്ചു നോക്കി, എത്രയോ മനുഷ്യർ 50 വയസ്സിനിടയ്ക്കും 65 വയസ്സിനിടയ്ക്കും നല്ല നിലയിലെത്തി എത്രയോ മനുഷ്യരുണ്ട്.
ഇനി എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ട് നിരാശരായ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നമുക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനെ കുറിച്ച് പോലും നമ്മൾ കേട്ടില്ല, വെടിവെച്ച് മരിച്ചത്. ഒന്ന് ഓർത്തു നോക്കി, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് പണമുണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിരാശ ബാധിച്ചില്ലേ? അതേപോലെ എത്രയോ മനുഷ്യർ 45, 50, 60 വയസ്സിൽ ഈ KFCയുടെ ഒക്കെ മുതലാളിമാരും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും. എത്രയോ ആൾക്കാർ നല്ല നിലയിലെത്തി അവരുടെ ഹാർഡ് വർക്കും കൊണ്ട് പിന്നീടുള്ള കാലം നല്ല നിലയിലെത്തിയവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ആകാൻ പറ്റില്ല? നമുക്ക് എന്തെങ്കിലും തുടങ്ങി, നമുക്കൊരു പ്രത്യേക വരുമാന ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങി നമുക്കും ഒരു നല്ല നിലയിലെത്താൻ നമുക്ക് സാധിക്കും. ഈ ഇടത്തരക്കാർക്ക് പറ്റുന്ന കുഴപ്പങ്ങളാണ്. താഴേക്കൊട്ട് പോവുകയില്ല, മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. താഴേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ പിന്നെ മുകളിലോട്ട് പോവുക, അതും ഇല്ല താനും, അതിനുള്ള പൈസ ഇല്ല താനും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് പണം സേവ് ചെയ്ത് കിട്ടിയ സമയത്ത്, ഇപ്പോൾ 50 വയസ്സിലുള്ളവർ ആണെങ്കിൽ പോലും ആ 50 വയസ്സിൽ നമുക്ക് കിട്ടാവുന്ന കുറച്ച് സമ്പാദ്യങ്ങളുണ്ടാക്കി ഇനിയുള്ള കാലം നന്നായിട്ടൊന്ന് ജീവിക്കാനെങ്കിലും ശ്രമിക്കുക. ഒരു സ്ഥലത്തും പോകാതെ ഒരു 100 രൂപയെങ്കിലും എടുത്തു വെച്ചിട്ട് ചുറ്റുവട്ടമെങ്കിലും കാണാൻ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു ജില്ലയിലെങ്കിലും പോയി കാണാൻ നമ്മൾ ശ്രമിക്കുക. ആ ജില്ലയിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. നമ്മളല്ലാണ്ട് നിരാശയായിട്ട് മറ്റുള്ളവരായി എന്ന് പറഞ്ഞാൽ നമുക്കും ചാൻസുകൾ വന്ന് നമ്മുടെ അനുസരിച്ചുള്ള ഓരോ ഭാഗ്യങ്ങൾ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളതിനെ കളഞ്ഞു കുളിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ വന്നതിൻ്റെ വിഷമങ്ങളുണ്ടാകാം, അതിനൊരു സാഹചര്യം ഇല്ലാത്തവരുണ്ടായിരിക്കാം. എങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചെടുത്താൽ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ നമ്മുടെ വിജയൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറല്ലേ, പുള്ളി 10ാം ക്ലാസ്സിൽ തോറ്റതാണ്. പിന്നീട് പുള്ളി അത് എഴുതിയെടുക്കുകയാണ്. അതിനിടയ്ക്ക് കല്ലിൻ്റെ ചുവട്ടും ഇഷ്ടിക ചുമക്കാനും വെട്ടുകല്ല് ചുമക്കാനും ഒക്കെ പണിക്കും നടന്നിട്ടാണ് പുള്ളി 10ാം ക്ലാസ്സും +2 ഡിഗ്രിയും എടുത്ത് ഇപ്പം ഈ വലിയ ഹൈ ലെവലിലുള്ള പോലീസ് ഓഫീസറായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സാധിക്കില്ലാത്ത എന്താണ്? നമുക്ക് പറ്റണം, നമ്മൾ ശ്രമിക്കണം, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കണം. മക്കളുടെ ജീവിതം നന്നാക്കി എടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കുക. അല്ലാണ്ട് കഴിഞ്ഞു പോയത് എൻ്റെ മാതാപിതാക്കളെ, കുറച്ചൊക്കെ നമ്മുടെ മാതാപിതാക്കളെ, കാരണം നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരും 10, 25, 30 വയസ്സ് വരെ. ആ സപ്പോർട്ടാണ് നമ്മളെ ജീവിതത്തിൽ ഈ തളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. എന്നാൽ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാത്ത മക്കളുണ്ടല്ലോ, നന്നായി പൊക്കോളും. കാരണം അവർക്കറിയാം അവരുടെ ജീവിത സാഹചര്യങ്ങളും അതുമെല്ലാം മനസ്സിലാക്കി അവർ വളരും. ഈ ഉന്തി മരം കയറ്റുന്നവരെ ആണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് മാത്രമായില്ല, എന്നെ ആരും സഹായിച്ചില്ല, ഞാൻ അങ്ങനെയായിപ്പോയി എന്നൊരു പറഞ്ഞു. ഈ പറയുന്ന ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എനിക്കൊരു 45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്, ജീവിക്കണം, എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം. യൂട്യൂബ് ചാനൽ പോലും അങ്ങനെ ഒരു മാർഗമാണ്. ഞാൻ എന്നിട്ട് വിചാരിച്ച്, ചുമ്മാ ഇരുന്ന് എന്തിനാണ് നമ്മൾ ഈ സമയങ്ങൾ കളയണത്? മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ട് നമുക്ക് എന്ത് പ്രയോജനം? ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് കഥ പറയാനിരിക്കുമ്പോൾ നമ്മളതിന് ചെവിയും കൊടുത്ത് നമ്മൾ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം തീർന്നു പോവുകയുള്ളൂ. അവർ വന്നിരുന്ന അവരുടെ കഥയെല്ലാം പറഞ്ഞു, അവളും കൂടെ കേട്ടു എന്നുള്ള രീതിയിലാകും. അത് കേട്ടിട്ട് അവർക്കൊരാശ്വാസം കിട്ടും. പക്ഷെ നമുക്കെന്താ കിട്ടുന്നത്? നമ്മുടെ വിലപ്പെട്ട സമയമാണ് നമ്മൾ കളഞ്ഞു കൊടുക്കുക. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുക, നല്ല നിലയിലെത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പണമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പണം ഇല്ലാത്ത ഒരുത്തൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അവൻ്റെ വീട് പോലും അവനെ പോലും ആരും അറിയില്ല. ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടാൽ പോലും നമ്മളോട് മിണ്ടില്ല. പിന്നെ തൂർത്തു ആർഭാടങ്ങൾ കുറയ്ക്കുക. നമുക്ക് ഒരു 1000 രൂപയ്ക്ക് മേടിക്കേണ്ട സാധനം നമ്മൾ 1500, 2000 രൂപ കൊടുത്ത് മേടിച്ച് എന്തിനാണ്? നമുക്ക് 1000 രൂപയ്ക്ക് മേടിച്ചാൽ മതിയെങ്കിൽ അത് മേടിക്കുക. അല്ലാണ്ട് ഈ വില കൂടിയ സാധനങ്ങൾ മേടിച്ച്, നമ്മളിപ്പോൾ ഓണക്കാലവും കൂടെയാണ്, നമ്മുടെ കയ്യിലെ പണം മുഴുവൻ ദൂർത്തടിച്ച് കളയാതിരിക്കുക. പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടി വരും. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞിട്ട് സർവ്വതും ചിലവാക്കിയിട്ട് പട്ടിണിയും പരിവട്ടവുമായിട്ട് അടുത്ത മാസങ്ങളിൽ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആരും കൊണ്ടുത്തരില്ലെന്നേ, ഒരു മനുഷ്യൻ കൊണ്ടുത്തരില്ല, അതോർത്ത് നമ്മളിരിക്കണ്ട. അങ്ങനെയൊന്നും ആരെ സഹായിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ഒരു മന്ത്രമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മൾ മാത്രമേ ഉള്ളൂ ഏതവസ്ഥയിലും. നമ്മളെ അന്വേഷിച്ച് വരാൻ പോലും ഒരു മനുഷ്യൻ കാണുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. തുള്ളാനും ആർഭാടങ്ങൾ കാണിക്കാനും ധാരാളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ മനുഷ്യരുണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കൊരു വീഴ്ച വന്നു പോയെങ്കിൽ നമ്മുടെ കൂടെ ആരും കാണില്ല എന്നോർത്തോണ്ട് അന്ന് നമ്മളെ കുറ്റപ്പെടുത്താൻ ഇഷ്ടം പോലെ ആൾക്കാരും കാണും. അവനോട് അന്ന് പറഞ്ഞ, അല്ലെ അവളോട് അന്ന് പറഞ്ഞത് അവൾക്ക് നോക്കിയും കണ്ടും ചെയ്യാൻ പറഞ്ഞ് അവളുടെ കയ്യിലിരിപ്പാ, അല്ലെ അവൻ്റെ കയ്യിലിരിപ്പാന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും കേൾക്കാണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് പോയതാണെങ്കിൽ നമ്മളത് അനുഭവിക്കുക തന്നെ. അതല്ലാതെ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും പുറകെ പോയിട്ടും
നമ്മുടെ ജീവിതം വെച്ച് കളിച്ചിട്ടും നമുക്കൊന്നും കിട്ടാനില്ല. അപ്പം 50+ ആയവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക, എന്തെങ്കിലും ഒരു മാർഗം പുതുതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ശരിയാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി.